ഹായ് എവരിവൺ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് മേക്കപ്പ് ബ്രാൻഡ്സിൻ്റെ കുറച്ച് റിവ്യൂ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വീഡിയോ. ഓക്കെ, അപ്പോൾ ഇത് മേക്ക് ഡിയ മിഡാസ് ബ്യൂട്ടി കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിൽ നിന്ന്, ഇത് എറണാകുളത്തുള്ള ഒരു സ്റ്റോറാണ് കേട്ടോ. അപ്പോൾ എറണാകുളത്തുള്ളൊരു സ്റ്റോറിൽ നിന്ന് ഞാൻ മേടിച്ച കുറച്ച് കോസ്മെറ്റിക്സ് ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ആക്ച്വലി ഇതിൻ്റെ സ്ഥലം എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ സൗത്ത് റെയിൽവേയുടെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. നമ്മുടെ പുളിമൂട്ട് സിൽക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ മേക്ക് ഡിയ മിഡാസ് ബ്യൂട്ടി കോൺസെപ്റ്റ്സ് അതിൻ്റെ ലൊക്കേഷൻ. ഓക്കെ, അപ്പം ഞാനപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് കാണിക്കാം. അപ്പം 3 പ്രോഡക്റ്റ്സ് ആണ് ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത്. 3 കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് മേടിച്ചിരിക്കുന്നത്. ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റും, പിന്നെ ഒരു കോണ്ടോർസ് ഇതും, പിന്നെ ഒരു ഐലൈനറുമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആക്ച്വലി ഈ കടയിൽ ഈ ഒരു സ്റ്റോർ ഞാൻ വിസിറ്റ് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു. കാരണം ഇവരുടെ ഈ പരസ്യം ഉണ്ടായിരുന്നു, ഈ മേക്ക് മിഡാസിൻ്റെ പരസ്യം. അതായത് ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം ആയതേ ഉള്ളൂ. ഓക്കെ, 2 വർഷമല്ല, എനിക്ക് തോന്നുന്നു ഒരു വർഷം ആയതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ പരസ്യം അവർ ഇട്ടപ്പോഴേ തന്നെ എനിക്ക് ഇത് പോയി എറണാകുളത്ത് നിന്ന് വാങ്ങിക്കണമെന്ന് എനിക്ക് തോന്നിയതാണ്. കാരണം ഞാൻ കോട്ടയത്തില്ല താമസിക്കുന്നത്. അപ്പോൾ ഇത് എറണാകുളത്ത് വന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എറണാകുളത്ത് പോയി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി തന്നെ പോയതല്ല. ഞാൻ ആക്ച്വലി വേറൊരു സ്ഥലം എനിക്ക് പോകാനുണ്ടായിരുന്നു. കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ കുറച്ച് ഷോപ്പിങ്ങിനുമാണ് പോയത്. പക്ഷെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയില്ല, ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേ വന്നപ്പോൾ സൗത്ത് റെയിൽവേയുടെ കൂടെ മറ്റേ മെട്രോയിൽ കൂടെ കയറി അതിലേ പോയപ്പോൾ ഞാൻ ഇത് കണ്ടു, മേക്ക് മിഡാസ് കണ്ടു. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഇറങ്ങിയിട്ട് ഞാൻ നേരെ മേക്ക് മിഡാസ് സൗത്ത് റെയിൽവേയിൽ ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ നേരെ പിന്നെ അവിടുന്ന് ഓട്ടോ പിടിച്ച് പോവുമായിരുന്നു. തൊട്ടടുത്താണ്, സൗത്ത് റെയിൽവേയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഞാനപ്പോൾ അവിടെ പോയപ്പോൾ ഇത് വാങ്ങിക്കണമെന്ന് കരുതിയല്ല ഞാൻ പോയത്. ആക്ച്വലി അവിടെ ചെന്നപ്പോൾ ഞാൻ ഒന്ന് കണ്ടു കേട്ടു ഒന്ന് വരാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, കുറച്ച് ഓഫറിന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്ക് തോന്നി അന്ന് ഞാൻ വാങ്ങിക്കണമല്ലോ, കാരണം പ്രൈസ് വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ വിചാരിച്ചു അന്ന് വാങ്ങിക്കാമെന്ന്. അപ്പം ഞാൻ അതിൻ്റെ ഈച്ച് ഡിസ്കൗണ്ട് പ്രൈസ് കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അതിൻ്റെ യഥാർത്ഥ പ്രൈസും അതിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് ഫോറെവർ ഫ്ലറിഷ് ക്രീം കോണ്ടോർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബില്ല് കേട്ടോ. അതിനകത്ത് അതിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വായിക്കുന്നത്. 749 ആണ് അതിൻ്റെ ആക്ച്വൽ പ്രൈസ്. പക്ഷെ എനിക്ക് 674 കിട്ടി. അതായത് ഒരു 15% ഡിസ്കൗണ്ടിനാണ് ഞാൻ വാങ്ങിച്ചത്. 749 റുപ്പീസിൻ്റെ പ്രോഡക്റ്റ് 674 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത്. പ്രോഡക്റ്റ് ഞാൻ കാണിക്കാം. കണ്ടോ, ഇതാണ് എൻ്റെ ക്രീം കൗണ്ടർ, ഫോറെവറിൻ്റെയാണ്. ഇതൊരു ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രോഡക്റ്റ്, ഈ ഒരു ബ്രാൻഡ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അതിൻ്റെ പ്രോഡക്ട്സ് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കോണ്ടോർ സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് സ്റ്റിക്ക്, ഇച്ചിരി ക്രീമി ടെക്സ്ചറാണ്, ക്രീമി ടെക്സ്ചറാണിത്. ഇനി നെക്സ്റ്റ് അടുത്ത പ്രോഡക്റ്റ് ഫേസസ് കാനഡ അൾട്ടിമേറ്റ് പ്രോമേഡ്. അതിൻ്റെ ഒരു ഐലൈനർ. അത് ആക്ച്വൽ പ്രൈസ് 599 റുപ്പീസാണ്. പക്ഷെ ഞാൻ വാങ്ങിച്ചത് 539 റുപ്പീസിനാണ്. ഇതിന് 10% ഡിസ്കൗണ്ടിനാണ് ഞാൻ വീണ്ടും വാങ്ങിച്ചത്. അപ്പോൾ ആ പ്രോഡക്റ്റാണ് ഈ കാണുന്ന പ്രോഡക്റ്റാണ്. അതിൻ്റെ ഒരു ഐലൈനർ പോലെ വാങ്ങിച്ചു. ഐലൈനർ അല്ല, ഇതൊരു പെന്നാണ്, ഐ പെന്നാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത പ്രോഡക്റ്റ് ഫൊക്കല്യൂർ ക്രീമി ലിപ് ചീക്ക് ആൻഡ് ടിൻറ്റ്. അതിൻ്റെ ആക്ച്വൽ പ്രൈസ് 695 ആണ്. ഞാനത് വാങ്ങിച്ചത് 521 അപ്പോൾ ഇതിന് ഏകദേശം 25% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ബ്രാൻഡ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, ഫൊക്കല്യൂർ ക്രീമി ലിപ് ചീക്ക് ടിൻറ്റ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് ഇതാണ്. എൻ്റെ പ്രോഡക്റ്റ്
അപ്പം ഇനി ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചിട്ട് നോക്കണം ഇതെങ്ങനെയുണ്ടെന്ന്. ലിപ്പ് ആൻഡ് ചീക്ക് ഡുവോ ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലിപ്പ് ആൻഡ് ചീക്കിൻ്റെ നോക്കാം എങ്ങനെയുണ്ടെന്നേ. നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യാനാണ് ഭയങ്കര പാട്. ഇത് നല്ലൊരു ക്രീമിയായിരുന്നു. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ഒരു മേക്ക് മിഡാസ് എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു വലിയ സ്റ്റോറാണ് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ ബ്രാൻഡ്സ് ഉണ്ട്. എനിക്കൊന്നൊരു 35 ബ്രാൻഡ് ഓളം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊരു ഡിസ്കൗണ്ടിന് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നാൽ നമുക്ക് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഉണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഭയങ്കര ക്രീമിയാണ് കേട്ടോ. ജസ്റ്റ് അപ്പോൾ ഇച്ചിരി എടുക്കുക. ലിപ്പ് ആൻഡ് ചീക്കിനാണല്ലോ, അപ്പോൾ ചീക്കിലിടുക ആദ്യമേ. കണ്ടോ, ഒരു പിങ്കിഷ് റോസി ചീക്സ് ആയ. നല്ല സ്മൂത്താണ് കേട്ടോ, അതെനിക്ക് അഷ്വർ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ നല്ലൊരു ഷെയ്ഡുമാണ്. വളരെ കുറച്ചെടുത്താൽ മതി. കണ്ടോ എൻ്റെ ആ ഒരു ഫിനിഷ് കണ്ടോ. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇനി സെക്കൻഡ് പ്രോഡക്റ്റ്. ഇത് ആക്ച്വലി നമ്മൾ കുറച്ച് ലിപ്പിലിടണമായിരുന്നു കേട്ടോ. ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് എന്നല്ല പറഞ്ഞു, അപ്പോൾ ഞാൻ ലിപ്സിലിടാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ലിപ്സിലൂടെ ഇടാം. ലിപ്സിലൊരു റോസി ഒരു കളറ് വരണമെങ്കിൽ ഒരു ഇച്ചിരി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഒരു റോസി ലിപ്സ് വന്നു. ഇത് കുറച്ചുകൂടെ ഡാർക്ക് ആക്കാം, നമുക്ക് കുറച്ചുകൂടെ എടുക്കാം. ഞാനിതിപ്പോൾ ഇച്ചിരി എടുത്തുള്ളൂ, ഇച്ചിരി മതിയല്ലോ എന്ന് കരുതി. കുറച്ചുകൂടെ ഡാർക്ക് ആക്കുകയാണെങ്കിൽ നല്ല സ്മൂത്താണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. സെക്കൻഡ് പ്രോഡക്റ്റ് ഇസ് ഫ്രം ഫോറെവർ കോണ്ടോ സ്റ്റിക്ക്. ഇതൊന്ന് ഒഴിച്ച് വരണമെങ്കിൽ തന്നെ ഭയങ്കര പാടാണ്. സോ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ബാക്കി വരുന്നതെല്ലാം ഇങ്ങോട്ടങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇച്ചിരി പാടാണ്. കണ്ടോ, ഇപ്പോൾ ഇത് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിനി യൂസ് ചെയ്ത് വരുമ്പോൾ ഇത് ഇച്ചിരി ഒരു ഡേർട്ടി ആവും. കണ്ടില്ലേ, ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യണം. അത് അധികം പുറത്തോട്ട് ചാടാതെ നോക്കണം കേട്ടോ. ഇതിനകത്ത് ഈ എയർ കയറുമായിരിക്കും ഇതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ. കണ്ടോ, ഇത് പിന്നെ പിടിക്കുമ്പോൾ ഇച്ചിരി എയറുണ്ട് ഇതിനകത്ത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പ്രോഡക്റ്റ് എടുക്കണമെങ്കിൽ. ഓക്കെ, എന്നാൽ ഞാനന്ന് ഇത് ഒന്ന്
ഓപ്പൺ ചെയ്യാൻ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഓപ്പൺ ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന്, യെസ്, ഐ ഗോട്ട് ദ പ്രോഡക്റ്റ്. കണ്ടോ, ഇത് നമ്മുടെ കൈയിൻ്റെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഭയങ്കര സ്മൂത്താണ് കേട്ടോ. അയ്യോ, ഭയങ്കര സ്മൂത്ത്, നല്ലൊരു കളറുമാണിത്. എനിക്ക് ഒരു നല്ലൊരു ക്രീം കോണ്ടർ മേടിക്കണമെന്ന് കരുതിയിട്ട് കുറേ നാളായി. ജസ്റ്റ് ഒന്ന് നമ്മുടെ കോണ്ടർ ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് എടുക്കാൻ നോക്കരുത്, ബി കെയർഫുൾ. നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് വിട്ടാൽ മതി, ജസ്റ്റ് വിത്ത് യുവർ ഫിംഗേഴ്സ്. ഒരുപാട് എടുക്കാൻ നോക്കാതെ ഒരു സ്ലൈറ്റ്ലി ആയിട്ട് എടുക്കാൻ നോക്കുക. ഇനി ഈ ചിന്നിൻ്റെ ഈ ഭാഗത്തായിട്ടും എന്നിട്ട് ഇത് അടച്ച് വെക്കാം. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. ജസ്റ്റ് എന്നിട്ട് പൂട്ടിയോ. അപ്പോൾ ഇത് നല്ല കൺവീനിയൻ്റ് ആണ് കേട്ടോ. ഇത് ഉപയോഗിക്കണമെങ്കിൽ നല്ല കൺവീനിയൻ്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെയല്ല, ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്ത് ഇത് പക്ഷേ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അത് ഓപ്പണായി വരും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ അടച്ച് വെക്കാം. നല്ല കൺവീനിയൻ്റ് ആണ് കേട്ടോ. എൻ്റെ പ്രോഡക്റ്റ് അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കോണ്ടോർ. ഇനി നെക്സ്റ്റ് നമുക്കിവിടെ ഉപയോഗിക്കുന്നത് ഫേസസിൻ്റെ കാനഡ അൾട്ടിമേറ്റ് പ്രോ എ മാറ്റ് ഇങ്ക് ഐലൈനർ. മാറ്റാണ് കേട്ടോ. ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇച്ചിരി നമുക്ക് കണ്ണാടി വേണം. ഞാൻ കണ്ണാടി എടുത്തില്ല, എന്നാ ചെയ്യാനാന്ന് പറഞ്ഞു. ആണ് ഇത്രയും ഡാർക്കാണ്, വാട്ടർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്. ഇത് മൊത്തത്തോടെ എഴുതാം. ഞാൻ പോയി കണ്ണാടി എടുത്തിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ഈ രണ്ട് കണ്ണും നന്നായിട്ട് വരച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ഐലൈനർ എഴുതിയിട്ടുണ്ട് രണ്ട് കണ്ണിലുമായിട്ട്. അപ്പോൾ ഐലൈനർ നല്ല ഐലൈനറാണ് കേട്ടോ. അപ്പോൾ ഇതിന് സ്മച്ച് പ്രൂഫാണോ എന്നൊക്കെ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്, ഇനി ഞാൻ പുറത്തോട്ട് പോവുകയാണ്. ഇപ്പം ഞാനിപ്പോൾ വെളിയിലോട്ട് പോവാണ്. സോ അപ്പോൾ വെളിയിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വരുമ്പോൾ ഒരു 4 മണിക്കൂർ എങ്കിലും എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മേക്കപ്പ് ഇതൊക്കെ എൻ്റെ ഫേസിൽ സ്റ്റേ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഒന്നും ഉപയോഗിക്കുന്നില്ല, അല്ലാതെ തന്നെ ഒന്ന് നോക്കാനാണ്. ഇത് നമ്മുടെ ഫേസിൽ സ്റ്റേ ചെയ്യുന്നുണ്ടോ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനപ്പോൾ ഏതായാലും പുറത്തോട്ടേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്ക് ഹോമാണ്. സോ എൻ്റെ കണ്ടോ ആ മേക്കപ്പ്, കുറച്ചൊക്കെ മേക്കപ്പ് ഉണ്ട്. ബ്ലഷൊക്കെ എൻ്റെ സ്ഥലത്ത് തന്നെ, ആ സ്ഥാനത്ത് തന്നെ നിൽപ്പുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് ഒന്ന് ഇച്ചിരി ഒന്ന് വാങ്ങി. ലിപ്സ്റ്റിക്കും ബ്ലഷും കുറച്ച് മാറ്റാണ് കേട്ടോ. അതിപ്പോൾ മാറ്റായിട്ടാണ് ഇരിക്കുന്നത്. കോണ്ടോറൊക്കെ ഇച്ചിരി പോയതുപോലെ തോന്നുന്നു. പിന്നെ ഐലൈനർ കണ്ടോ, ഐലൈനർ അതുപോലെ തന്നെയുണ്ട് എൻ്റെ കണ്ണിൽ. സോ ഐലൈനർ എൻ്റെ കണ്ണിൽ കുറച്ച് സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലഷ് ഇച്ചിരി സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ബ്ലഷ് അത്യാവശ്യം സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇച്ചിരി ഒന്ന് മാഞ്ഞുപോയി, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ്. ഒരു 4 മണിക്കൂറായി. ഇപ്പോൾ 4 മണിയായി. ഞാൻ വീട്ടിൽ നിന്ന് പോയത് 1 മണിയായപ്പോഴാണ്. ഇപ്പോൾ തിരിച്ച് വന്നപ്പോൾ 4 മണിയായി. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പരുവം.
ഓക്കെ. സോ അടുത്ത ദിവസം നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.